ശബരിമല തീർത്ഥാടകർക്കായി വെർച്വൽ ക്യൂ ബുക്കിംഗിനൊപ്പം കെഎസ്ആർടിസി ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം ഏർപ്പാടാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ദർശനം ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കുവാനുള്ള ലിങ്കും അതിനൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല ഒരുക്കങ്ങളുടെ അവലോകനത്തിനായി പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. 560 വണ്ടികൾ ഇവിടെ പ്ലേസ് ചെയ്യും. തുടക്കം തൊട്ട് തന്നെ ഒന്ന് ഈ നിലയ്ക്കൽ പമ്പ ഓടുന്നതിന് വേണ്ടിയുള്ള സർക്കുലർ സർവീസും അതുപോലെ ദീർഘദൂര സർവീസ് എല്ലാ ഡിപ്പോയിൽ നിന്നും വണ്ടി ഓടിക്കുന്നുണ്ട്. അതുകൂടാതെ ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പോയിൽ നിന്ന് ഒരു നിശ്ചിത നമ്പറിലധികം ആളുകൾക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേക ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു 30 പേരെങ്കിലും ഒരുമിച്ച് വരുന്ന ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവർ ബസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ നിയറസ്റ്റ് ബസ് സ്റ്റേഷനിൽ 10 കിലോമീറ്റർ ദൂരെ അവരെ പോയി എവിടെയാണ് അവർ കെട്ടുനിറയ്ക്കുന്നത് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ബസ് സ്റ്റേഷനിൽ നിന്നും പമ്പയ്ക്ക് വണ്ടിയുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേഫ് സോൺ പദ്ധതി വളരെ കൃത്യമായി നടത്തും. വണ്ടികൾ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അവിടെ ആളെത്തുകയും ക്രെയിൻ എത്തിച്ച് അതിനെ ടോ ചെയ്ത് മാറ്റി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുങ്ങിയിട്ടുണ്ട്. ഈ തീർത്ഥാടന കാലത്ത് നല്ല നിലയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപകടമുള്ള 1-2 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്താൻ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 40 പേരിൽ കുറയാത്ത സംഘത്തിന് 10 ദിവസം മുമ്പ് സീറ്റ് ബുക്ക് ചെയ്യാനാകും. സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്ററിനകത്തു നിന്നുള്ള ദൂരത്താണെങ്കിൽ ബസ് അവിടെ എത്തി ഭക്തരെ കയറ്റുമെന്നും മന്ത്രി അറിയിച്ചു. നിലയ്ക്കൽ ടോളിൽ ഫാസ്ടാഗ് സംവിധാനം ഏർപ്പെടുത്തും. ഓട്ടോമേറ്റഡ് വെഹിക്കിൾ കൗണ്ടിംഗ് സിസ്റ്റം, ഓട്ടോമേറ്റഡ് വെഹിക്കിൾ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നിവ സജ്ജമാക്കും. ശബരിമലയിൽ എത്തുന്ന വാഹനങ്ങളുടെ കൃത്യമായ എണ്ണം ഇതോടെ ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടത്തിൽ 383 ബസ്സുകളും രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും ക്രമീകരിക്കും. തിരക്കനുസരിച്ച് ബസ്സുകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. 1/2 മിനിറ്റ് ഇടവിട്ട് 200 ബസ്സുകൾ നിലയ്ക്കൽ പമ്പ സർവീസ് നടത്തും. പമ്പയിൽ നിന്നും ആവശ്യത്തിന് ഭക്തജനങ്ങൾ ബസ്സിൽ കയറിയാൽ പിന്നീട് നിലയ്ക്കലിലേക്ക് പോകാതെ നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെ 20 സ്ക്വാഡുകൾ 250 കിലോമീറ്റർ ദൈർഘ്യത്തിലുണ്ടാകും. അപകടം സംഭവിച്ചാൽ 7 മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്തെത്തും. അപകടരഹിത യാത്രയ്ക്കായി ഡ്രൈവർമാരെ ബോധവൽക്കരിക്കുന്നതിനായി 6 ഭാഷകളിലായി പ്രൊമോ വീഡിയോ തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. റാന്നി MLA പ്രമോദ് നാരായണൻ, ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ, ശബരിമല ADM അരുൺ S. നായർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് P. രാജപ്പൻ, ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തമിഴ്നാട് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൊഴിലിടങ്ങളിൽ യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം സംബന്ധിച്ച് യുവജന കമ്മീഷൻ ശാസ്ത്രീയ പഠനം നടത്തുമെന്ന് ചെയർമാൻ M. ഷാജർ. IT, ടെക്സ്റ്റൈൽ തുടങ്ങി യുവാക്കൾ ജോലി ചെയ്യുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പഠനമെന്നും ഷാജർ അറിയിച്ചു. കോട്ടയം കളക്ട്രേറ്റ് വിഭജിക കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല യുവജന കമ്മീഷൻ അദാലത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷാജർ. 2025 മാർച്ച് ഏപ്രിൽ മാസത്തോടെ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യകൾ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ വർഷം യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ പഠനം നടത്തിയത്. 14 ജില്ലകളിൽ 200ഓളം MSW വിദ്യാർത്ഥികൾ മുഖേന നടപ്പാക്കിയ പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. മാനസിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന യുവാക്കൾക്ക് ഒരു ഫോൺ കോൾ അകലത്തിൽ യുവജന കമ്മീഷന്റെ സേവനം ലഭ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് യുവാക്കളിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോസ്റ്ററുകൾ പതിക്കുന്നത് തുടരുന്നുണ്ട്. ജില്ലാ അദാലത്തിൽ 10 പരാതികൾ തീർപ്പാക്കി. ആകെ 21 പരാതികളാണ് പരിഗണിച്ചത്. 11 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചതായും അദ്ദേഹം പറഞ്ഞു. അദാലത്തിനോടനുബന്ധിച്ച് ജില്ലയിലെ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികൾ, സർവകലാശാല കോളേജ് യൂണിയൻ ഭാരവാഹികൾ, നാഷണൽ സർവീസ് സ്കീം NCC പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന യുവജന കമ്മീഷൻ ജില്ലാതലത്തിൽ ജാഗ്രതാ സഭാ യോഗവും ചേർന്നു. യുവജനങ്ങളുടെ മാനസികാരോഗ്യവും ശാരീരിക ക്ഷമതയും ഉറപ്പാക്കുന്ന നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കുക, ലഹരിയിൽ നിന്ന് യുവതയെ സംരക്ഷിക്കുക, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്കെതിരായി കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന യുവജന കമ്മീഷൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ജാഗ്രതാ സഭാ യോഗം സംഘടിപ്പിക്കുന്നത്. ഐക്യത്തോടെ മുന്നേറാൻ ഈഴവർ തയ്യാറാകണമെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. അല്ലാത്തപക്ഷം എല്ലാ മേഖലകളിലും താഴേക്ക് പോകുമെന്ന സ്ഥിതി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു.
ആർ ശങ്കറിനെ പോലെയുള്ള മഹാന്മാർ കെട്ടിപ്പടുത്ത SNDP യോഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. മാന്നാർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആർ ശങ്കർ അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും ഇരമത്തൂർ 1926 നമ്പർ ശാഖയിൽ പുതുതായി നിർമ്മിച്ച ആർ ശങ്കർ സ്മാരക ഹാൾ സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് പോലും മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസങ്ങൾ നമുക്ക് നേടിയിട്ടുവാൻ കഴിയും. ശങ്കർ സാറിന് ശേഷം ഏതാണ്ട് 32 വർഷക്കാലത്തോളം പലരും SNDP യോഗത്തെയും SNTRUSTിലേക്ക് മാറി മാറി ഭരിക്കുകയുണ്ടായി. ശങ്കർ സാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് SNTRUST SNDP യോഗത്തിലും കൂടെ 50-51 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവാൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടായി. കാരണം ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എന്റെ സമുദായത്തിന് അവകാശപ്പെട്ടത് ഞാൻ എഴുതിയെടുക്കുന്നു എന്നും മറ്റുള്ള സമുദായങ്ങൾക്ക് അവകാശപ്പെട്ടത് എഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഗുരുദേവന്റെ ആ വലിയ വിദ്യാഭ്യാസ സങ്കല്പം അദ്ദേഹം നടപ്പിലാക്കി. അതിനുശേഷം ഒരുപാട് ആളുകൾ SNDP യോഗത്തെ SNTRUSTിനെ നയിക്കുകയുണ്ടായി. ഈ പറയുന്ന ശങ്കർ സാർ തന്നെ സ്ഥാപിച്ച, ശങ്കർ സാർ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനത്തിൽ അന്ന് തന്നെ നമ്മുടെ ഇടയിലുള്ള കൂടെയുള്ള ആളുകൾ SNDP യോഗത്തെയും SNTRUSTിനെയും തകർക്കുവാൻ വേണ്ടി ഒരുപാട് കേസുകൾ കൊടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ എങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം തളരാതെ ശക്തമായ സമുദായത്തിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. യോഗത്തിൽ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ അധ്യക്ഷനായിരുന്നു. SNDP യോഗം കൗൺസിലറും യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി പ്രസിഡന്റുമായ സന്ദീപ് പച്ചയിൽ ആർ ശങ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നിർമ്മാണം പൂർത്തീകരിച്ച ശാഖ ഓഫീസിന്റെ ഉദ്ഘാടനം ശാഖാ ചെയർമാൻ ജയപ്രകാശ് കീച്ചേരി ബംഗ്ലാവിൽ നിർവഹിച്ചു. മാന്നാർ SNDP യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിദ്ധീകരിക്കുന്ന 2025 വർഷത്തെ കലണ്ടറിന്റെ പ്രകാശനം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി പ്രസിഡന്റ് സന്ദീപ് പച്ചയിലിന് നൽകി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. പന്തളം SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി, യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ, അനിൽകുമാർ TK, രാജേന്ദ്ര പ്രസാദ് അമൃത, PB സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ യൂണിയൻ ഓഫീസിൽ എത്തിയ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയെയും വിശിഷ്ടാതിഥികളെയും യൂണിയൻ ഓഫീസിൽ നിന്ന് സ്വീകരിച്ച് വാഹന ഘോഷയാത്രയോടുകൂടി ഐക്യര ജംഗ്ഷനിൽ നിന്നും വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് താലപ്പൊലിയേന്തിയ വനിതാ സംഘം സമ്മേളന സ്ഥലത്തേക്ക് ആനയിച്ചത്. പാടശേഖരങ്ങളിൽ മടകുത്തിയ തുക നൽകാത്തതിൽ പ്രതിഷേധിച്ച് ചമ്പക്കുളം നെല്ലുൽപാദക പാടശേഖര ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരത്തിന് താൽക്കാലിക സമാപനം. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരമുഖം കളക്ടറേറ്റ് പടിക്കലേക്ക് മാറ്റുമെന്നും സമരക്കാർ അറിയിച്ചു. മടകുത്തിയ തുക കർഷകർക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒരാഴ്ചയോളം നീണ്ട ശക്തമായ സമരത്തിനാണ് ചമ്പക്കുളം പഞ്ചായത്ത് ഓഫീസിന്റെയും കൃഷിഭവന്റെയും മുൻവശം വേദിയായത്. ഇവിടെ പ്രത്യേകം പന്തൽ കെട്ടിയായിരുന്നു പ്രതിഷേധ സമരം. പാടശേഖരങ്ങളിലെ അടിയന്തര ജോലികൾ ചെയ്തു തീർക്കേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണ് സമരം നിർത്തിവെക്കാൻ കർഷക പ്രതിനിധികൾ നിർബന്ധിതരായത്. 2 ആഴ്ച നോക്കുമെന്നും എന്നിട്ടും ആവശ്യങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ വിഷയം ഉന്നയിച്ച് സമരവേദി കളക്ടറേറ്റ് പടിക്കലേക്ക് മാറ്റുമെന്നും കർഷക പ്രതിനിധികൾ പറഞ്ഞു. സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ കർഷകർ സമരപ്പന്തലിൽ നിന്നും സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തുടർന്ന് ചേർന്ന സമ്മേളനം ചമ്പക്കുളം പാടശേഖര ഏകോപന സമിതി സെക്രട്ടറി MK വർഗീസ് മണ്ണുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേവലം 2000-ഓ 3000-ഓ നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട പാടശേഖരങ്ങൾക്ക് കേവലം 2000-ഓ 3000-ഓ നമുക്ക് പാട്ടം തന്നിട്ട് ഇവിടെ മുഴുവൻ വളരെ സുഗമമായ രീതിയിൽ 2 കൃഷിയോ 3 കൃഷിയോ നടത്തി നെല്ലുൽപാദിപ്പിച്ചുകൊണ്ട് പോകും. കാരണം ഇനി ഇവിടെ നെല്ലുൽപാദിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജനത്തിന്റെ വിശപ്പടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സകല മേഖലകളിലും ആഗോളതലത്തിൽ ഭക്ഷ്യമാന്ദ്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും സുഗമമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഈ മേഖലയിൽ നെൽകൃഷി നടന്നിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടുത്തെ കർഷകൻ കൃഷി ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് അഗ്രി കോർപ്പറേറ്റുകൾ ഉന്നതതല ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ നിർത്തിവരുന്നത്. നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ ഒരു ഏക്കർ നമുക്ക് കിട്ടുന്നത് 1400 രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. RKVY പദ്ധതിയിൽപ്പെടുത്തി നമുക്ക് 2018 മുതൽ 1800 രൂപ നമുക്ക് ഒരു ഏക്കറിന് കിട്ടുമായിരുന്നു. ഇതെല്ലാം ഇപ്പം നിന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ 1400 രൂപ മാത്രമാണ് ഇന്ന് കർഷകർക്ക് നേരിട്ട് കിട്ടാനായിട്ട് അർഹതയുള്ള ഒരു ഐറ്റം. അതിനൂടെ പ്രൊഡക്ഷൻ ബോണസ് ആയിട്ട് 400 രൂപ. ഈ 1800 രൂപ, അതുകൂടാതെ തന്നെ പമ്പിംഗ് സബ്സിഡി ഒരു 1800 രൂപ, 3600 രൂപയാണ്
നമ്മൾ ഈ കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് മുടക്കുന്ന തുക. യോഗത്തിൽ സമിതി പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് മാത്യു മാപ്പിളശ്ശേരി അധ്യക്ഷനായിരുന്നു. ചങ്ങനാശ്ശേരി ക്രിസ് ഇൻഫാം ഡയറക്ടർ ഫാദർ തോമസ് താന്നിയാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. MK ജോർജ് കുട്ടി മണ്ണൂപ്പറമ്പിൽ, ജോസഫ് വളയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. കുട്ടനാടിന്റെയും പ്രത്യേകിച്ച് കൈനകരിയുടെയും വികസന കാര്യങ്ങളിൽ ഊന്നി നിന്നുള്ള ഒരു പ്രസംഗമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തോമസ് കെ തോമസ് MLA നടത്തിയത്. നവംബർ 4 മുതൽ 6 വരെ കൈനകരി കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടത്തിയത്. കലോത്സവവും അതോടൊപ്പം സംസ്കൃതോത്സവവും മൽഹാർ 2024 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. 6 വൈകുന്നേരം 4:30 ചേർന്ന സമാപന സമ്മേളനം തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനദാനവും MLA നിർവഹിച്ചു. കുട്ടനാടിൻ്റെ പ്രത്യേകിച്ച് കൈനീതിയുടെ വികസനം MLA ചേർന്ന് ഒന്ന് ചെയ്യുന്നു. പ്രസിഡന്റ് ഞാനും കൈനീതിക്കാരനാണ്, അപ്പോൾ പിന്നെ ചേർന്ന് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. ജനിച്ചത് കൈനീതി, വളർന്ന കൈനീതി, ജീവിച്ചത് കൈനീതിയില്ല. അപ്പോൾ പിന്നെ അതൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ ജീവിതം നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് ശ്രീ വയലാറിൻ്റെ പ്രിയപുത്രൻ പറഞ്ഞു, ഞാൻ പണ്ട് കോട്ടയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ മണിക്കൂട്ടം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 4 വോട്ട് കൊടുത്തിട്ടാണ് ഇവിടെ ആൾക്കാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ ഇപ്രാവശ്യം വണ്ടിയിലാണ് വന്നത്. എനിക്കൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ വണ്ടി വന്നെങ്കിൽ ഇറങ്ങി നടക്കേണ്ടി വന്നു. കാരണം ഒരു വണ്ടി ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാനൊരു മാർഗവുമില്ല. എന്നാൽ ആ റോഡിൽ ആറ്റ് തീരത്ത് ഇച്ചിരി കൂടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയോ ഒന്ന് നടത്തുകയോ ചെയ്ത് അല്ലെങ്കിൽ 1-2 ലോഡ് മണ്ണടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും അത്യാവശ്യമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കണം. MLA സഹായിക്കണമെങ്കിൽ സഹായിക്കാൻ തയ്യാറാണ്. അവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള ഒരു വലിയ ആഗ്രഹം. യോഗത്തിൽ കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷനായിരുന്നു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജരും കൈനകരി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ KA പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശ ജെയിംസ്, D ലോനപ്പൻ, സന്തോഷ് പട്ടണം, ലീനാമോൾ ബൈജു, പ്രിൻസിപ്പൽ BR ബിന്ദു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോസൂട്ടി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ചങ്ങനാശ്ശേരി ഏരിയ സമ്മേളനം നവംബർ 8 മുതൽ 12 വരെ വാഴപ്പള്ളി ലോക്കലിലെ വലിയകുളത്ത് നടക്കും. വിവിധ പരിപാടികളാണ് ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഏരിയ സെക്രട്ടറി KC ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏരിയ സമ്മേളനം വാഴപ്പള്ളി പഞ്ചായത്തിലെ വലിയകുളത്ത് ചേരുവാൻ ഏരിയ കമ്മിറ്റി തീരുമാനിച്ച് വാഴപ്പള്ളി ലോക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ സംഘാടന സമിതി രൂപീകരിക്കുകയും ഒട്ടേറെ പരിപാടികൾ സംഘാടന സമിതിയോളം പ്ലാൻ ചെയ്യുകയും കുറേ പരിപാടി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണ നഗറിൽ ദീപശിഖ സ്ഥാപിച്ചതിന് ശേഷം പ്രദേശ സമ്മേളനത്തിലേക്ക് കടക്കും. 9 മണിക്ക് രജിസ്ട്രേഷൻ, 9:30 പതാകത്തിൽ പുഷ്പാർച്ചനയും, 10 മണിക്കാണ് പ്രദേശ സമ്മേളനം. അതിന് മുമ്പ് പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി ഏരിയയിലെ 2924 പാർട്ടി അംഗങ്ങളെ പ്രതികരിച്ചുകൊണ്ട് 150 പ്രതികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് പ്രദേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പ്രദേശ സമ്മേളനം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസൻ ഉദ്ഘാടനം ചെയ്യും. 9 രാവിലെ സമ്മേളനം ആരംഭിക്കും. പ്രദേശ സമ്മേളനം 9-ഉം 10-ഉം തീയതികളാണ്. സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി AV റസൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ട് സഹാക്കൾ KM രാധാകൃഷ്ണൻ, റജീഷ് സക്രിയ, കൃഷ്ണകുമാർ രാജശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം PK പലുമാർ എന്നിവർ 2 ദിവസങ്ങളിൽ പങ്കെടുക്കാം. ചങ്ങനാശ്ശേരി ഏരിയയിലെ 9 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏരിയ സമ്മേളനം നവംബർ 8 മുതൽ 12 വരെ നടക്കും. ദീപശിഖ റിലേ, വിവിധ സമ്മേളനങ്ങൾ, ഫുട്ബോൾ മത്സരം, മിനി മാരത്തോൺ, വനിതാ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, ചുവപ്പ് സേന മാർച്ച്, ബഹുജന റാലി, കലാപരിപാടികൾ എന്നിവയെല്ലാം സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു വരികയാണ്. നവംബർ 8-ന് കൊടി, കൊടിമര, കപ്പി, കയർ, ബാനർ ജാഥകൾ നടക്കും. 9-ന് രാവിലെ 7-ന് AM തമ്പി ക്യാപ്റ്റനായുള്ള ദീപശിഖ പ്രയാണം വടക്കേക്കരയിൽ നിന്നും ആരംഭിക്കും. 9-ന് രജിസ്ട്രേഷൻ, 9:30-ന് പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം
10-ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 10-ന് പ്രതിനിധി സമ്മേളനം തുടരും. നവംബർ 12-ന് വൈകുന്നേരം 4:30-ന് സമ്മേളനത്തിന് സമാപനം കുറിച്ച് ചെത്തുപുഴയിൽ നിന്നും ആരംഭിക്കുന്ന ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും സീതാറാം യെച്ചൂരി നഗറിൽ വലിയകുളത്ത് സമാപിക്കും. തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി എ വി റസൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എം രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഡി സുഗതൻ, പി എ നിസാർ, അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, ടി എസ് നിസ്താർ, എ എം തമ്പി, സ്വാഗത സംഘം ചെയർമാൻ സി സനൽകുമാർ, സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി എന്നിവരും പങ്കെടുത്തു. പ്രശസ്ത കഥകളി നടൻ കലാനിലയം വിജയൻ അന്തരിച്ചു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് നീലമ്പേരൂരിലെ വീട്ടുവളപ്പിൽ നടത്തി. 69 വയസ്സായിരുന്നു. പച്ചയോ കത്തിയോ കരിയോ താടിയോ വേഷം ഏതായാലും എല്ലാം ആടി ഫലിപ്പിക്കാൻ കഴിവുള്ള കലാകാരനായിരുന്നു കലാനിലയം വിജയൻ. അതിൽ തന്നെ പച്ചയും കത്തിയുമായിരുന്നു വിജയന് ഏറെ ഇണക്കം. അദ്ദേഹം കെട്ടിയിരുന്ന പച്ച വേഷങ്ങൾ ഗോപിയാശാന്റേതുപോലെ തോന്നിപ്പിക്കുന്നു എന്ന് പോലും ആസ്വാദകർ പറയാറുണ്ട്. വിജയൻ കെട്ടിയ കലകേയവധത്തിലെ 2-ാം അർജുനനും ദുര്യോധനവധത്തിലെ രൗദ്രഭീമനും ഏറെക്കാലം ആസ്വാദക മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കും എന്നതിൽ തർക്കമില്ല. പഠനം നടത്തിയ കലാകേന്ദ്രത്തിന്റെ പേരിനോടും വീടിനോടും ചേർത്തായിരുന്നു ആ കലാകാരന്റെ വിലാസം. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ആട്ടവിളക്കിന് മുന്നിൽ നിന്നും അരങ്ങൊഴിഞ്ഞ കലാകാരന്റെ സംസ്കാരം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30-ന് നീലമ്പേരൂരിലെ വീട്ടുവളപ്പിൽ നടത്തി. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ സ്കന്ദഷഷ്ഠി വ്രതം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തന്ത്രി അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും സ്കന്ദഷഷ്ഠി വ്രതം ഉത്തമം എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള ഷഷ്ഠിവ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് സ്കന്ദഷഷ്ഠി വ്രതത്തിന് വലിയ തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുക. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി പ്രത്യേക ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. കളഭാഭിഷേകത്തിനും ഷഷ്ഠി പൂജയ്ക്കും മേൽശാന്തി ഈശ്വരനാരായണ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. രാവിലെ 7 മുതൽ ഷഷ്ഠി നിവേദ്യത്തിന്റെ വിതരണം ആരംഭിച്ചു. സ്കന്ദഷഷ്ഠി സംഗീതോത്സവവും അരങ്ങേറിയിരുന്നു. രാവിലെ 8-ന് സംഗീത സംവിധായകൻ ജെയ്സൺ ജെ നായർ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംഗീതജ്ഞരായ പ്രൊഫസർ ആയാങ്കുടി മണി, കോട്ടയം കെ വീരമണി, വൈക്കം ബി രാജമ്മാൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാഗലയ സംഗീത പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തലവടി മാണത്താറ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി. വ്യാഴാഴ്ച രാവിലെ 4:30-ന് പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12-ന് ഷഷ്ഠി പൂജയും തുടർന്ന് ഉച്ചപൂജയും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രത്തിലെ സർപ്പവിഗ്രഹ പുനഃപ്രതിഷ്ഠ വെള്ളിയാഴ്ച നടക്കും. രാവിലെ 8:15-നും 9-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം. SNDP യോഗം തെക്കേക്കര 1825 നമ്പർ ശാഖ 1-ാംകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി വ്രതാഘോഷത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിച്ചും കീർത്തനങ്ങൾ ചൊല്ലിയും വഴിപാടുകൾ നടത്തിയും ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി സൂര്യനാരായണൻ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി CG ഹരിദാസ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. SNDP യോഗം 2349 നമ്പർ കണ്ണാടി കിഴക്ക് ശാഖ ശ്രീ ശിവഗിരീശ്വര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി വ്രതാചരണങ്ങൾ ഭക്തിപൂർവ്വം നടത്തി. രാവിലെ സുബ്രഹ്മണ്യ പൂജയോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. പഞ്ചാമൃതാഭിഷേകം, വേൽ സമർപ്പണം, ഷഷ്ഠി പൂജ, ഗുരുപൂജ, പഞ്ചാമൃത നേദ്യം, ഷഷ്ഠിച്ചോറ് തുടങ്ങിയ വഴിപാടുകൾക്ക് 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി മദനൻ പിള്ള മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖായോഗം പ്രസിഡന്റ് MR സജു, വൈസ് പ്രസിഡന്റ് PK മണിയൻ, മറ്റ് കമ്മിറ്റിക്കാർ, വനിതാ സംഘം പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി.
ആലപ്പുഴ നസ്രാണി സമുദായ സംഗമവും റാലിയും നവംബർ 10 ഞായറാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റാലിയിൽ 5000-ലധികം വിശ്വാസികൾ അണിചേരും. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആലപ്പുഴ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഫൊറോനയിലെ എല്ലാ ഇടവകകളും സംഘടനകളും ചേർന്നാണ് നസ്രാണി സമുദായ സംഗമവും റാലിയും നടത്തുന്നത്. ഈ വരുന്ന ഞായറാഴ്ച നവംബർ 10-ാം തീയതി ആലപ്പുഴ നസ്രാണി സമുദായ സംഗമവും സമുദായ റാലിയും ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ തീർത്ഥാടന പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് റാലി ആരംഭിച്ച് തത്തമ്പള്ളി പള്ളി മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ ആലപ്പുഴ നസ്രാണി സമുദായ സംഗമം നടക്കുകയാണ്. ആലപ്പുഴ ഫൊറോനയുടെ കീഴിലുള്ള 15 ഇടവകകളിലെ മുഴുവൻ സംഘടനകളും ഇടവക അംഗങ്ങളും ഉൾക്കൊള്ളുന്ന 5000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു റാലിയാണ് നടക്കുന്നത്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക അൽമായ സംഘടനയാണ് AKCC എന്നറിയപ്പെടുന്ന കത്തോലിക്ക കോൺഗ്രസ്. റാലി ആലപ്പുഴ ഫൊറോന വികാരി സിറിയ കോട്ടയിലച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നതും ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ സന്ദേശവും ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ശ്രീ ബിജു സെബാസ്റ്റ്യൻ ആശംസകൾ അർപ്പിക്കുന്നതും റാലി തത്തമ്പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണവും ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫൊറോന തീർത്ഥാടന പള്ളിയിലെ നിധിയിരിക്കൽ മാണിക്കത്തനാർ നഗറിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 3-ന് ആരംഭിക്കുന്ന 5000 പേർ പങ്കെടുക്കുന്ന സമുദായ റാലി തത്തമ്പള്ളി പള്ളി മൈതാനത്തിൽ തച്ചിൽ മാത്തൂത്തരകൻ നഗറിൽ എത്തിച്ചേർന്നതിന് ശേഷം 5 മണിക്ക് ആലപ്പുഴ നസ്രാണി സമുദായ സംഗമം ആരംഭിക്കും. സമുദായ റാലി ഫൊറോന വികാരി ഫാദർ സിറിയ കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുന്നതും കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ആമുഖ സന്ദേശം നൽകുന്നതുമായിരിക്കും. ആലപ്പുഴ നസ്രാണി സമുദായ സംഗമത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത മാർ തോമസ് തറയിൽ ആമുഖ സന്ദേശം നൽകും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജനറൽ കൺവീനറും അതിരൂപത സെക്രട്ടറിയുമായ സെബാസ്റ്റ്യൻ വർഗീസ്, കത്തോലിക്ക കോൺഗ്രസ് ആലപ്പുഴ ഫൊറോന പ്രസിഡന്റ് ദേവസ്യ പുളിക്കാശ്ശേരി, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ബിനൂസ് കറിയ, ടോമി കടവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7170 രൂപ, പവന് 57,360 രൂപ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.